ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പഴമ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അമ്മയുടെ തറവാട്ടിൽ വാവരിക്കൽ ചടങ്ങിൽ കുട്ടിക്കാലത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? അന്നത്തെ വാവരിക്കൽ ചടങ്ങിൽ ഒരു പ്രധാനപ്പെട്ട കറിയാണ് ഈ കായ്മൊളീഷ്യം. അല്ലാത്തപ്പോഴും ആൾക്കാർ ഇത് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ കായ്മൊളീഷ്യം ഇല്ലാത്ത ഒരു വാവരിക്കൽ പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ മാറിയിട്ട് അല്പം ഗ്രാൻഡായിട്ടുള്ള സദ്യയായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇതുമായിട്ട് കണക്റ്റ് ആവും. അല്ലാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. കണ്ണൂരിലെ പ്രത്യേകിച്ചും നമ്പ്യാർ നായർ തറവാടുകളിൽ മെയിൻലി കാരണവർക്ക് വേണ്ടിയിട്ടുള്ള വാവ് ചടങ്ങാണ് പണ്ട് നടക്കാറ്. ഇത് പറയുമ്പോൾ ഒന്നുകൂടി പറയട്ടെ, മരുമക്കത്തായ നിരോധന നിയമം 50-ാം വയസ്സിലേക്ക് കടക്കുകയാണ് ഈ ഡിസംബറിൽ. പ്രതാപശാലികളായ കാരണവന്മാരുടെ ഭരണവും സ്ത്രീ ഒന്ന് ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ ഉരുമ്പട്ടവളാവുന്ന ആ ഒരു പഴയ കാലവും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പഴയ കാലത്തിൻ്റെ ഒരുപാട് നന്മകളും നീരുകളും കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പം നമ്മുടെ ഈ കായ്മൊളീഷ്യത്തിന് ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. ചിലർ നടുകെ കീറിയിട്ട് 4 ചെറിയ സ്ക്വയറായിട്ടും മുറിക്കും. ഉഗ്രപ്രതാപികളായ കാരണവന്മാർ ഉള്ളത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഭർത്തൃപീഡനം എന്നുള്ളത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന, സ്ത്രീകൾക്ക് സ്വത്തിൽ പിന്തുടർച്ചാവകാശം നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്ന ഈ മരുമക്കത്തായം എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഞാൻ കുറച്ച് പരിപ്പിങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് വേവിക്കാം. അതിൻ്റെ കൂടെ മുറിച്ച് വെച്ച കായം കൂടി ചേർക്കാൻ മറക്കരുതേ. മുൻപ് പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇതൊക്കെ നിർത്തലാക്കിയ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കുറച്ചുനാൾ മുമ്പ് പറയുന്നത് കേട്ടു, ഭർത്തൃപീഡനം ഒഴിവാക്കാൻ ഇനി സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സമ്പ്രദായം വരട്ടെ എന്ന്. എങ്ങോട്ടേക്കാണ് നമ്മുടെ പോക്കല്ലേ? ഒരു കാര്യം കൂടി പറയട്ടെ, അന്നത്തെ കാലത്ത് ഭർത്താക്കന്മാരെ സ്ത്രീകളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാറൊന്നുമില്ല. അവർ വല്ലപ്പോഴും വന്നു പോകുന്ന വഴിപോക്കർ മാത്രമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമല്ലേ? എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ നമുക്ക് കേട്ടുകേൾവി മാത്രമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ തലമുറ പഠിച്ചത് എന്താ? വൈ ഡിഡ് മാധവൻ ക്വാറൽ വിത്ത് കാരണവർ. എനിവേസ് അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോഴും കണ്ണൂരിലെ നമ്പ്യാർ സമുദായത്തിലെ ആചാരങ്ങളിൽ അവർ മരുമക്കത്തായ സമ്പ്രദായമാണ് നടത്തിപ്പോരുന്നത്. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് കാരണവന്മാർക്ക് വേണ്ടിയിട്ടുള്ള വാവരിക്കൽ ചടങ്ങ് തറവാട്ടിൽ ഒത്തുകൂടി നടത്തുന്നത്. അന്ന് ഈ ചടങ്ങിന് ശേഷം തറവാട്ടിൽ 4 കറിയും കൂട്ടിയിട്ട് ഒരു സദ്യ ഉണ്ടാവും. അതിലൊരു പ്രധാനപ്പെട്ട കറിയാണ് ഈ കായ്മൊളീഷ്യം. ഇത് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ജീരകം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഒരുപാട് അരക്കാൻ പാടില്ല, ഒന്ന് ചതുക്കാനേ പാടുള്ളൂ. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനൊന്ന് അരക്കുന്നുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ, അധികം അറിയാതെ. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വെന്ത് കാണും, പരിപ്പും കായും കൂടി വെന്ത് കാണും. ആൾക്കാർ മിക്കവാറും ആദ്യം പരിപ്പ് വേവിക്കും, എന്നിട്ട് പരിപ്പ് ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് കായിടും. അങ്ങനെയാണ്. എന്നിട്ട് ഒന്ന് ഉടയ്ക്കും. അപ്പോൾ പരിപ്പ് മാത്രം കൂടുതൽ ഉടയും, കായ അധികം ഉടയില്ല. അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ നമ്മുടെ തലമുറയ്ക്ക് ഈ തിരക്ക് പിടിച്ച സമയങ്ങളിൽ അതിലൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ളത് ഈ കുക്കറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് സമയവും ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ അരപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഇത് സാധാരണ കൂട്ടുകറീനെയൊക്കെ പോലെ ഉറച്ച കറിയൊന്നല്ല, ഇത് നല്ല ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന കറിയാണ്. അപ്പം നല്ല വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇത് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് ഉറക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുറച്ചധികം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അടുപ്പിൽ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിത്തിരി കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ടത് നന്നായിട്ട് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി ഇതിന് വേണ്ട താളിപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇനി ഒരു കരണ്ടി എടുത്ത് അതിലേക്ക് ഇത്തിരി തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി കടുക്, വേണമെങ്കിൽ വറ്റൽമുളകും ചേർക്കാം. പിന്നെ പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മറ്റു ഓയിൽ യൂസ് ചെയ്താലും മതി. ആ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പിൽ വെക്കാം. ഇത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് താളിക്കാം. കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് താളിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള കായ്മൊളീഷ്യം റെഡി ആയിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ പുളിങ്കറിയും പെരക്കും എന്തെങ്കിലും ഉപ്പേരിയും ഒക്കെ ഉണ്ടാവും. പുളിങ്കറിയുടെയും പെരക്കിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ആ ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.